15ാമത്തെ വയസ്സിലോട്ട് കേറിയതേ ഉള്ളൂ. 15 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം അല്ലേ? എനിക്കോ ആ എനിക്ക് 104 4ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. എല്ലാ കാര്യം പെണ്ണിട്ടില്ല പിണങ്ങിയിട്ടേ ഇല്ല. വീട്ടിലങ്ങും വെച്ച് വേണം കേട്ടില്ല. എന്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആദര സൂചകമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. 4 വയസ്സിന് മാറ്റമാണ് ഞങ്ങളൊന്നും. പിള്ളേര് ചാച്ചൻ അവിടെ ഇല്ലെങ്കിൽ പിള്ളേരൊരു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും പറഞ്ഞുകൊണ്ട് പുലിയും കടുവയൊക്കെ ഉണ്ട്. ഏറ്റുമാടത്തേലാ ഏറുമാടത്തേലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ? കൃഷി നെല്ല് വരച്ചതിന്റെ അകത്തൂടെ ചാച്ചൻ നടന്ന് ഏറ്റവും നല്ല കതിര് നോക്കി 101 കതിര് പറിച്ചു. അത് വേറെ കെട്ടി അത് വള്ളിക്ക കൊണ്ടുപോയി നിത്യസഹായ മാതാവിന്റെ മിന്നെ കൊണ്ട് കുടിച്ചു. വണ്ടി വരെ വന്നു വന്നു അവർ വന്ന് എല്ലാവരും പറഞ്ഞു കിട്ടുന്ന മാതാവേ എന്റെ അമ്മേ ഈ പിള്ളേർക്ക് വയറിനാറെ കപ്പപ്പുഴുക്ക് വിളമ്പി കൊടുക്കാൻ എനിക്ക് ഒത്താ മതിയായിരുന്നു എന്ന് ഞാൻ പല ദിവസം മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. വർഷത്തെ ദാമ്പത്യം ശരി കൗതുകമുള്ള കാര്യമാണല്ലേ? വെൽക്കം ടു ദി ഷോ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജിത പീറ്റർ. ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലുള്ള ഇരട്ടയാറാണ്. പൗവത്തി വീട്ടിലെ 105 വയസ്സുള്ള പാപ്പച്ചനും 100 വയസ്സുള്ള ക്ലാരമ്മയ്ക്കും 84 വർഷത്തെ ദാമ്പത്യത്തിന്റെ കഥകൾ പറയാനുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിന്റെ അടിസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ തവണ വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികൾ എന്നതിന്റെ അടിസ്ഥാനത്തില് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇവർ ഇടം നേടിക്കഴിഞ്ഞു. ഈ ഒരു വാർത്ത എന്താണെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അതെ, നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് കട്ടപ്പനയിലുള്ള ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പൗവത്തെ വീട്ടിലെ പാപ്പച്ചൻ ചേട്ടനും ക്ലാരമ്മയ്ക്കും 84ാം വിവാഹ വാർഷികത്തിന്റെ ആശംസകളോടുകൂടി നമുക്ക് തുടങ്ങാം. എന്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ആദര സൂചകമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് ഒന്ന് തുറന്നു കാണിച്ചു തരാം. ഇതെല്ലാം ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ഇത് നൽകിയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികൾ എന്ന നിലയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ 2 പേരും ഇടം നേടിക്കഴിഞ്ഞു. അതിന് സൂചകമായിട്ട് കിട്ടിയിരിക്കുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ്. കൂടെ ഇതുപോലൊന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ തവണ വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികൾ എന്നുള്ള രീതിയിൽ കിട്ടിയതാണ്. ഇത് അമ്മയുടെ കഴുത്തിലിട്ട് കൊടുക്കാവോ? അമ്മയുടെ കഴുത്തിലിട്ട് കൊടുക്കാവോ? അമ്മയുടെ കഴുത്തിൽ ചാച്ചന് ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതിന്റെ കൂടെ ഇവർക്ക് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു പേന. ഇത് ചാച്ചന്റെ ഷർട്ടിൽ വെച്ച് കൊടുക്കാമോ അമ്മായി? കാണാവോ? ഇത് ഇവിടെ ഉണ്ട്, പോക്കറ്റ് ഉണ്ട്. ചാച്ചന്റെ ഷർട്ടിൽ വെച്ച് കൊടുത്തേരെ ആ ഒരു പേന. ഓക്കെ, ഇനി ഇവർക്ക് 2 പേർ കൂടെ കൂട്ടി കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണിത് കേട്ടോ. അത് 2 പേരും ഒരുമിച്ച് പിടിച്ചോ. 2 പേർ കൂടെ കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ചാച്ചന് എത്ര വയസ്സായി? എനിക്കോ 104 104 ഇത്തവണ ഈ കഴിഞ്ഞ ആഴ്ച പൂർത്തിയായി. ഇപ്പൊ 105ലേക്ക് കയറി. 105ലേക്ക് കയറി. എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മയുണ്ട്? പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഏത് വർഷം ജനിച്ചേന്ന് ഓർമ്മയുണ്ടോ? പിന്നെ 4ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 4ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. അതിലൊന്നും നോക്കാതെ ജയിച്ചു. പിന്നെ മുന്നോട്ട് പഠിക്കാനായിട്ട് ചെങ്ങലപ്പള്ളിക്ക് അമ്മയുടെ ഇടവപ്പള്ളിയാണ്. അമ്മയുടെ ഇടവപ്പള്ളിയാണ് ചെങ്ങലം. അവിടെ ഹൈസ്കൂളുണ്ട്. അങ്ങോട്ട് കൊണ്ട് ചേർക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ്. 4 മാസം കഴിഞ്ഞപ്പം എനിക്കൊരു ചെറിയ പനി വന്നു. അപ്പം ചാച്ചൻ വന്നെ വീട്ടോട്ട് കൊണ്ടുവന്നു. എലിക്കുളത്തോട്ട് കൊണ്ടുവന്നു. എലിക്കുളത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു ചാച്ച ഇനി ഞാൻ പോകുന്നില്ല, പള്ളിക്കൂടത്തിൽ പോകുന്നില്ല. അപ്പൊ 4ാം ക്ലാസ്സോടുകൂടി അങ്ങനെ പഠിത്തം നിർത്തി. 1922 പാപ്പച്ചന്റെ ജനനം. 4ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളൂ. പിന്നീട് ചാച്ചന്റെ കൂടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുകയും എല്ലാ രീതിയിലുള്ള കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും പിന്നീട് കുറച്ച് രാഷ്ട്രീയവും പരിപാടിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് ജീവിക്കുകയാണ് ചെയ്തത്. അതിനിടയില് 19ാം വയസ്സിലാണ് കല്യാണം നടക്കുന്നത്. കല്യാണത്തിന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ക്ലാരമ്മയോട് ചോദിക്കാം. എലിക്കുളം പള്ളിയാണ് കേട്ടോ. ഇനി അമ്മായിയുടെ അടുത്ത് ചോദിക്കട്ടെ കേട്ടോ. അമ്മായിയുടെ അടുത്ത്, അമ്മായി ചാച്ചൻ പെണ്ണാണോ വന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അറിയട്ടെ. നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയും. കല്യാണം ചാച്ചൻ വീട്ടിൽ വന്നിട്ടില്ല.
എന്നാ ഒക്കയ്ക്ക് പള്ളിയിലോട്ട് വന്നു. ആ പള്ളിയിൽ കഴിഞ്ഞപ്പം വീട്ടിലോട്ട് വന്നു. ചോറ് കൊണ്ട് വെച്ചിട്ട് എല്ലാരും കൂടി അങ്ങ് പോയി. ഞങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാട്ടോ കാണുകയാട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ചാച്ചനെ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടേ ഇല്ല. ചാച്ചന്റെ ചാച്ചനാണ് കൂടെ വന്ന് അമ്മായിനെ കണ്ടത്. പിന്നെ അളിയനുണ്ടായിരുന്നു, പെങ്ങളെ കെട്ടിയെ. അളിയനും ഉണ്ട്. അന്ന് അമ്മായിക്ക് എത്ര വയസ്സുണ്ട്? എനിക്കോ 15ാമത്തെ വയസ്സിലോട്ട് കേറിയതേ ഉള്ളൂ. 15 വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു കല്യാണം അല്ലെ? 15 വയസ്സിലോട്ട് കേറിയിട്ടുള്ളൂ. 14 15 കേറിയപ്പോഴായിരുന്നു കല്യാണം നടന്നത്. അപ്പൊ ഒത്തു കല്യാണത്തിനാണ് ആദ്യമായിട്ട് ചാച്ചനെ കാണുന്നത്? കണ്ടില്ല. അന്നാ ആദ്യം വരുന്നത് വീട്ടില്. ഒന്നും സംസാരിച്ചൊന്നുമില്ല ഒത്തു കല്യാണത്തിന് വന്നിട്ട്? ആരും ഒന്നും അങ്ങോട്ടും ഒന്നും. അന്നത്തെ രീതി അതാ. അന്നത്തെ രീതി അതാണ്. ശരി. ഏത് വർഷം കല്യാണം നടന്നതെന്ന് ഓർമ്മയുണ്ടോ? ഏത് വർഷം കല്യാണം നടന്നതെന്ന് ഓർമ്മയുണ്ടോ? ഏത് വർഷമാണെന്ന്? അത് 1943 ഇവരുടെ വിവാഹം നടക്കുന്നത്. അതായത് ക്ലാരമ്മയ്ക്ക് 15 വയസ്സും പാപ്പച്ചന് 19 വയസ്സിൽ നിന്ന് 20 വയസ്സിലേക്ക് കടന്നപ്പോഴായിരുന്നു ഇവരുടെ കല്യാണം. അപ്പൊ 84 വർഷം ഇപ്പൊ പൂർത്തിയായി കഴിഞ്ഞു. ഓക്കെ, ഇനി 4 വയസ്സിന് മാറ്റം ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളതായത് കൊണ്ട് ഇവരുടെ മാമോദിസ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഡേറ്റ് അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അമ്മായി 10 മക്കളുടെ അമ്മയാണ്. അതെ, 10 മക്കളുടെ അമ്മയാണ്. അപ്പൊ ഈ 10 മക്കളെ ആ ഒരു കാലഘട്ടത്തിൽ വളർത്തിയെടുത്ത് ഇപ്പോ 10 മക്കളും കൂടെ ഉണ്ട് അല്ലെ? ഉണ്ട്. ഒരേ രീതിയിൽ ഒരുമയോട് കൂടി അമ്മായിക്ക് ചുറ്റും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട്. അന്ന് ആ ഒരു കാലഘട്ടത്തില് അമ്മായി ഇവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചും ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പറയാം. വലിയ വിഷമമായിരുന്നു വീട്ടില്. വിഷമിച്ച് അങ്ങനെ കഴിക്കാം. അവരുടെ വിശപ്പ് അടക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാതാവേ, എന്റെ അമ്മേ, ഈ പിള്ളേർക്ക് വയറിനാറെ കപ്പപ്പുഴുക്ക് വിളമ്പി കൊടുക്കാൻ എനിക്ക് ഒത്താ മതിയായിരുന്നു എന്ന് ഞാൻ പല ദിവസം മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ചോറും കറിയും ഒന്നും അല്ല, ഇച്ചിരി കപ്പപ്പുഴുക്ക് മാത്രം വയറിനിറയെ കൊടുക്കാൻ പറ്റിയാ മതിയെന്ന് അത്രയും അതുപോലെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അത് ചാച്ചന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. എല്ലാത്തിനും 5-6 പിള്ളേരുണ്ട്. ഞങ്ങൾ വേറെ പോകുമ്പോഴേ അവര് ആദായം ഒന്നും ഇല്ല. അന്നേരം ഇങ്ങനെയാണ് ചാച്ചൻ ഇതിങ്ങനെയൊക്കെ നടന്നപ്പം പാപ്പൻ പറഞ്ഞു, എന്നാ എന്റെ റബ്ബർ വെട്ടി ഞാൻ നിനക്ക് തന്നേക്കാം. നീ റബ്ബർ വെട്ടി അവിടെ ഉറച്ച് അടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉണങ്ങി അവിടെ വെച്ചാൽ മതി. ഞാൻ പയ്യക്ക് പോകുമ്പോ ഇതേവിടെ വന്ന് തന്നെ പോകുന്നത്. അന്നേരം ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം എന്നും പറഞ്ഞ് ചാച്ചൻ അവിടെ ചെന്ന് പിന്നെ പിറ്റേ ദിവസം തൊട്ട് റബ്ബർ വെട്ടാൻ പോകും പാപ്പന്റെ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലേ? അതിനെ കുറിച്ച് പറയേ. സമരത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയ സമരം. എന്നോട് ചാച്ചൻ പറഞ്ഞു, എനിക്ക് 14 വയസ്സേ ഉള്ളൂ. 14 വയസ്സേ ഉള്ളൂ. ചാച്ചൻ പറഞ്ഞു, നീ കൂടെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സമരത്തിൽ 14 വയസ്സിലാണ് അങ്ങനെ സമരത്തിൽ പങ്കെടുക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയെന്നേ പള്ളിയിൽ പോയി ചാച്ചൻ മണി അടിച്ചില്ലേ അച്ഛൻ പറഞ്ഞതനുസരിച്ച്? അതിനെ കുറിച്ച് പറയും. അത് ഞാൻ പറയാം. സ്വാതന്ത്ര്യ ദിനമാണ്. സ്വാതന്ത്ര്യ ദിനമാണ്. അതിനു മുമ്പ് ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരായി. കോൺഗ്രസ്സുകാരായിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അറിവ് കിട്ടിയത്. അന്നേരം ഓടി ഞാനും എന്റെ അയൽക്കാരനും കൂടെ കൂടി ഓടി പള്ളിക്ക് ചെന്ന് കൂട്ടുമണി അടിച്ചു. പള്ളിയിൽ നിന്ന് കൂട്ടമണി അടിക്കുക ചെയ്തത്. അതായത് ശാസ്ത്രം പറയുന്നത് സ്വാതന്ത്ര്യ സമരം കിട്ടുന്ന അന്ന് ഈ പറയുന്ന പോലെ അർദ്ധരാത്രി അച്ഛൻ അനുഭവത്തോടുകൂടിയ കൂട്ടുമണി അടിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചു വരും. എന്നത്തേക്കും കുഞ്ഞാക്കുന്ന മാത്രമേ ഞങ്ങൾ നേതാവ് വണ്ടിക്കാർ വന്നു. ഇവർക്ക് വന്നു. അവർ വന്ന് എല്ലാവരും പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. ചാച്ചൻ ഒരു തികച്ച കോൺഗ്രസ്സുകാരനാണ്. അന്നും ഇന്നും കോൺഗ്രസിന്റെ മൂല്യങ്ങളാണ് ചാച്ചൻ മുറുകെ പിടിക്കുന്നത്. ചാച്ച ഇനിയുണ്ടല്ലോ, നമ്മള് ഹൈ റേഞ്ചിലേക്ക് വന്ന സമയത്തുള്ള കാര്യങ്ങളാ ചോദിക്കാൻ പോകുന്നത്. ഇവിടെ വന്നില്ലേ, ഇടുക്കിക്ക് വന്നില്ലേ? ഹൈ റേഞ്ചിൽ വന്നപ്പോ ഇവിടെ മൊത്തം കാടായിരുന്നോ? മൊത്തം വനമായിരുന്നു അല്ലേ? ആന ഉണ്ടായിരുന്നു അല്ലേ? പുലിയും കടുവയൊക്കെ ഉണ്ട്. ഏറുമാടത്തേലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ഈ ഇവിടെ അപ്പൊ വന്യജീവികളൊക്കെ ആക്രമിക്കാൻ വരൂലേ?
ഈ മൃഗങ്ങളൊക്കെ ആക്രമിക്കാൻ വരൂലേ? ആനയൊക്കെ വരില്ലേ? ആന വരൂലേ കൃഷി സ്ഥലത്ത്? ആനയോ? ആ ആന അതിൽ കൂടെ പോയി പോകുന്നേ ഉള്ളൂ. ആ ആന വരുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും കാണും. എല്ലാവരുടെയും കൂടി ഉറക്ക കാറും പോകും അല്ലേ? അമ്മായി ഇവിടെ വന്നിട്ടേ എന്ത് കൃഷി ആദ്യം ഇവര് ചെയ്തേ? ആദ്യം ചെയ്തത് കപ്പയാണ് ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്തത്. കപ്പ ഇട്ടു, പിന്നെ നെല്ല് വിതച്ചു. നെല്ല് വിതച്ചു. അപ്പൊ ഈ രണ്ട് കൃഷിയാണ് ആദ്യം ചെയ്തത്. അപ്പൊ ആദ്യം ചെയ്തപ്പോ കൃഷിന്ന് നമുക്ക് നല്ല രീതിയിൽ കിട്ടി. വീട്ടിൽ കൊണ്ടുവന്നു. അതിനകത്ത് ഇത്ര കതിരുകള് ഉണ്ണീശ്വരുടെ പള്ളിയിൽ സമർപ്പിച്ച ഒരു കഥയില്ലേ? അത് ഈ കൃഷി നെല്ല് വിതച്ചതിന്റെ അകത്തൂടെ ചാച്ചൻ നടന്ന് ഏറ്റവും നല്ല കതിര് നോക്കി 101 കതിര് പറിച്ചു. അത് വേറെ കെട്ടി അത് വള്ളിക്ക കൊണ്ടുപോയി നിത്യസഹായ മാതാവിന്റെ മിന്നെ കൊണ്ട് വെച്ചു. ആദ്യത്തെ കൃഷി. അത് കഴിഞ്ഞ നെല്ല് കൊയ്യാൻ തുടങ്ങിയത്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പം ഞങ്ങൾ എലിക്കുളത്തെ കുരിശുപള്ളിയിൽ പോയി മാതാവിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോവാണ്, വനത്തിലോട്ട് പോവാണ്. അമ്മ എനിക്ക് കൂട്ടുണ്ടായി. ആദ്യം ഉണ്ടാക്കുന്ന കതിര് കിട്ടിയത് അമ്മയ്ക്ക് പറഞ്ഞ പോയിരുന്നു. ഇത് പൗവത്ത് പാപ്പച്ചന്റെയും ക്ലാരമ്മയുടെയും ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു ബുക്കാണ്. അപ്പോ ഈ ഒരു ബുക്കിന്റെ കാര്യം ചാച്ചൻ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ബുക്ക്, ചാച്ചന്റെ ബുക്ക് ഓർക്കുന്നുണ്ട്. ഇത് വായിക്കുമ്പോ എന്താ തോന്നുന്നേ? മുഴുവൻ വായിച്ചതാണ്. ഇഷ്ടപ്പെട്ടോ? 84 വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. എന്ത് തോന്നുന്നു? സന്തോഷമാണോ? എന്താ പറയാനുള്ളേ? അമ്മായിനെ കല്യാണം കഴിച്ചിട്ട് എന്താ പറയാനുള്ളേ? അമ്മായി കല്യാണം കഴിച്ചു ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും വേറൊന്നും പറയാനില്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് വേറെ മാറി താമസിക്കാൻ തുടങ്ങി. അതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ 84 വർഷം ഒരുമിച്ച് ജീവിച്ചുല്ലോ. അമ്മായിയുടെ സ്വഭാവത്തില് ചാച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? എല്ലാ കാര്യവും ഇഷ്ടമായിരുന്നു. പിണങ്ങിയിട്ടേ ഇല്ല. പിണങ്ങിയിട്ടില്ല. വീട്ടിലെങ്ങും വെച്ച് പിണങ്ങിയിട്ടില്ല. വേറെ താമസിക്കുമ്പോ ഇങ്ങനെ ഈ നടപ്പ് കാരണം ഞാൻ വന്നോണ്ട് പറയും. രാത്രി 10 മണി വരുന്നത് അമ്മായി തകരകളൊക്കെ അവിടെ ഇരിക്കും. ചാച്ചൻ വന്നത് നോക്കിയിരിക്കും. വെള്ളം കുളിക്കും. ഇത്രയും വർഷത്തിനിടയിൽ ഇവര് പിണങ്ങിയിട്ടില്ല. ഇപ്പോഴും എന്ത് സാധനം നമ്മള് ചാച്ചന് കൊടുക്കുകയാണെങ്കിലും അമ്മായിക്ക് കൊടുക്കുകയാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയോ അവർക്ക് കൊടുത്തോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ രണ്ടുപേരും കഴിക്കാറുള്ളൂ. രണ്ടുപേരും ഒരുപോലെ രാവിലെ എണീറ്റ് കുർബാന കൊടുന്നു, പറ്റുന്ന രീതിയിലൊക്കെ പള്ളിയിൽ പോകുന്നു, ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു. അങ്ങനെ ഒരു റൊട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മായി, ചാച്ചന്റെ സ്വഭാവത്തില് അമ്മായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? പ്രാർത്ഥന. ആരും പ്രാർത്ഥന ചെയ്യുന്നതിന് അതുപോലെ എണ്ണിക്കണം. പിള്ളേരും ഞാനും. പിള്ളേര് ചാച്ചൻ അവിടെ ഇല്ലെങ്കിൽ പിള്ളേരൊരു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനവും പറഞ്ഞ് ജോലി കാണിച്ച് എത്ര ഇളയന്മാരാണ് ജീവൻ ചെല്ലുമ്പം തന്നെ ഒരു വണ്ണമുള്ള ഏതാണ് ഇടയ്ക്കുണ്ടേ. അതിനാൽ ഇങ്ങനെ കാണിക്കും, ഇതാ ഒരു വണ്ണം എല്ലാം പറഞ്ഞു. വേറൊരു കാര്യം പറ, പ്രാർത്ഥന അല്ലാതെ. പ്രാർത്ഥന അല്ലാതെ എപ്പോഴും കെയറിംഗ് ഉണ്ടല്ലേ? അമ്മായിന് ഭയങ്കര ശ്രദ്ധയാണല്ലേ എല്ലാ കാര്യത്തിലും. ഇപ്പൊ ചാച്ചൻ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം, എപ്പോഴും വീട്ടിലെ ആൾക്കാര്, ബഹളം, അപ്പൊ ആ ഒരു തിരക്കിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാവോ? ചാച്ചൻ രാവിലെ ഏറ്റവും അങ്ങ് പോകും. വീട്ടില് കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിനുള്ളൊക്കെ ഗുണം തരും. പിന്നെ മേടിച്ചു വെക്കും. പണിക്കാരുണ്ട്. പിന്നെ പണിക്കാരുണ്ടാവും ദിവസം? ഒരു പണിക്കാരൻ എന്നും ഈ വീട്ടിലുണ്ട്. പിന്നെ മുളക് പറിക്കുന്ന കാലത്ത് വേറെ 2-3 പേരെ കൂടെ കൂട്ടും. അങ്ങനെ ഓരോ പണിയുടെ സമയത്ത് വേറെ ഉള്ളവരെ കൂടെ വിളിക്കും. അങ്ങനെയാണ്. അപ്പൊ ചാച്ചൻ രാവിലെ പോവും? ചാച്ചൻ എന്നും രാവിലെ ഇച്ചിരി കടുങ്കാപ്പിയും മേടിച്ചു കുടിച്ചു ചാച്ചൻ പോവും. പിന്നെ ബാക്കി പിള്ളേര് എല്ലാവരും കുറച്ചു പേര് പള്ളിക്കൂടത്തിൽ പോകും അല്ലെ? പള്ളിക്കൂടത്തിൽ പോവാനൊക്കെ തോവാളയാണ് പള്ളിക്കൂടം. ബേബി തൊട്ട് താഴോട്ട് എല്ലാവർക്കും ചോറും കെട്ടി കൊടുക്കണം, കാപ്പിയും കൊടുക്കണം, പണിക്കാർക്ക് ഭക്ഷണവും കൊടുക്കണം. അപ്പൊ അമ്മായി എപ്പോഴാ ഭക്ഷണം കഴിക്കണേ? ഞാന് ഒക്കുമ്പോഴൊക്കെ കഴിക്കും.
ജാസിൻ അപ്പൊ എപ്പോഴാ വരുന്നത്? വൈകുന്നേരം രാത്രിയാവോ? ചിലപ്പോ അതിന്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വരും, അല്ലാത്തപ്പം രാത്രിയാവും. അങ്ങനെയായിരുന്നു. ഇടയ്ക്ക് പ്രാർത്ഥനയുടെ സമയത്തിന് വരുമോ? ചിലപ്പോ പ്രാർത്ഥനയുടെ സമയത്ത് വരും. വരുമ്പോഴേ ചോദിക്കും പ്രാർത്ഥന കഴിഞ്ഞോ, എല്ലാരും പിള്ളേരൊക്കെ പോയി പ്രാർത്ഥനയ്ക്ക് കൂടിയോ. എത്ര വൈകി വന്നാലും പ്രാർത്ഥിച്ചിട്ടേ കിടക്കത്തുള്ളൂ അല്ലേ? അത് കഴിഞ്ഞോട്ട് വന്നു കഴിഞ്ഞ് വരുമ്പോഴേ ഞാൻ ഒരു ഗ്ലാസ് കാപ്പിവെള്ളം കൊണ്ട് കൊടുക്കും. കാപ്പിവെള്ളം കുടിച്ചിട്ട് അവിടെ ഇനി പേപ്പർ വായിക്കും, പിന്നെ കഥപുസ്തകം വായിക്കും. അതെല്ലാം കഴിഞ്ഞു വെച്ചിട്ട് പോയി കുളിക്കും. വെള്ളം ചൂടുവെള്ളം അവിടെ അടുപ്പേ കാണും, അത് തന്നെ വാങ്ങിക്കൊണ്ട് പോക്കോളൂ. വാങ്ങിക്കൊണ്ട് കുളിക്കും. കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഇതിന് പേപ്പർ വായിക്കും. വായിക്കാനുണ്ടെങ്കിൽ അതെല്ലാം വായിച്ച് എല്ലാം കഴിഞ്ഞിട്ടാ വീട്ടുവിൽ അത്താഴം ഉണ്ണാൻ വരുന്നത്. അത്താഴം കൊണ്ടു വെച്ചിട്ട് പിന്നെ അങ്ങ് കിടക്കും. എന്നാലും അത്താഴം കൊണ്ടു വെച്ചിട്ട് വന്ന് കുരിശു വരയ്ക്കും. ഇരട്ടയാറ് പഞ്ചായത്തിന് വേണ്ടിട്ടേ, ഇരട്ടയാറ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ ചാച്ചൻ? ഇരട്ടയാറ് പഞ്ചായത്ത് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒന്ന് വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കി കഴിഞ്ഞ് താമസമായി കഴിഞ്ഞ പിന്നെയാണ് ഇരട്ടയാറിൽ ഒരു പഞ്ചായത്ത് ഉണ്ടായത്. ഇപ്പൊ കട്ടപ്പന പഞ്ചായത്തുണ്ട്. കട്ടപ്പന പഞ്ചായത്തിന്റെ വാർഡായിരുന്നു ഇരട്ടയാറ്. കട്ടപ്പന പഞ്ചായത്തിന്റെ വാർഡായിരുന്നു ഇരട്ടയാറ്. അപ്പൊ ഈ പഞ്ചായത്തിന്റെ രൂപീകരണത്തിന് വേണ്ടി മുന്നിൽ ഇറങ്ങിപ്പോയി ഞാനാ. അതെ, മുന്നിൽ പോയത് ഇറങ്ങി അതിനു വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അപ്പം എനിക്ക് സഹായമായിട്ട് മാണിസാറ് ഉണ്ടായിരുന്നു ചാച്ചന്റെ കൂടെ. എല്ലാത്തിനും സഹായത്തിനായിട്ട് മാണിസാർ ഉണ്ടായിരുന്നു. മാണിസാർ എന്ന് പറയുന്ന ആള് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മാണിസാറ് എന്റെ ഒരു പെങ്ങളെ കെട്ടിയ വീടിന്റെ അടുത്ത അയൽക്കാരനാണ്. പെങ്ങളെ കെട്ടിയ വീടിന്റെ അയൽക്കാരനാണ് മാണിസാർ. അങ്ങനെ വന്നപ്പോ അതൊരു ബന്ധം കൂടുതലായി. എല്ലാ കാര്യത്തിലും പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു തരും. നല്ല കഴിവുള്ളവരുവാ, നല്ല കഴിവുള്ളവരുവാ. അപ്പൊ പ്ലാറ്റ്ഫോമിന്റെ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് പൗവത്ത് പാപ്പച്ചനും ക്ലാരമ്മയാണ്. ഇനി ഈ ഒരു ഇന്റർവ്യൂയുടെ വേറൊരു സ്പെഷ്യാലിറ്റി അല്ല, ഇപ്പൊ ഞാൻ ചാച്ചൻ അമ്മായി എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോ നിങ്ങക്ക് തോന്നും ഞാൻ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണ്. അതായത് 10 മക്കളില് 5ാമത്തെ ആളായ അപ്പച്ചന്റെ 2ാമത്തെ ആളായ നിഷാന്തിന്റെ വൈഫാണ് ഞാൻ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇത് ചാച്ചനും അമ്മായി ആയത്. അതായത് എറണാകുളം ജില്ലക്കാരിയായി ഞാൻ ഇടുക്കിയിൽ വരികയും പിന്നെ എന്റെ സ്വന്തം ചാച്ചനും അമ്മായിയായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങള്. ഓക്കെ, ഒരു ടാറ്റ കൊടുക്കാവോ? അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ടാറ്റ കൊടുക്കാവോ? ഒരു ടാറ്റ. അമ്മായും കൊടുക്കണം. അങ്ങനെ ക്യാമറ അവിടെ. ഓക്കെ, താങ്ക് യു.